ഒരു കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അറിയോ, ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാം ഈ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് വളം വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാമല്ലോ. ഒരു കമ്പോസ്റ്റ്, ഒരു റിങ് കമ്പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട് അത് വളം നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം പൂതിയ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയല്ല ഇതിനകത്താണ് ഇടേണ്ടത്. ഇതിപ്പോൾ ഞാനൊന്ന് ആദ്യം ഇടാൻ പോകുന്നത് വെച്ചാൽ, ആദ്യം ഇടുന്നത് കുറച്ച് ഇത് കണ്ട ജൈവ വളമുണ്ട്, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ആദ്യം കുറച്ച് അടിയിൽ ആ ജൈവ വളം ഇട്ട് കൊടുക്കും. ആദ്യം കേട്ടോ, ഇതേപോലെ ആദ്യം അടിയിൽ കുറച്ച് ജൈവ വളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇത് ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പോൾ എന്തെല്ലാം ഞാൻ കൊണ്ടുവച്ചതെന്നറിയാം. ഇത് മുറ്റത്തെ പുല്ലും കാടും ബാക്കിയതാണ് ആ പച്ചക്കറിൻ്റെ അകത്ത്. ഇത് ചാണക വെള്ളമാണ്. ഇത് പിന്നെ വാഴത്തടയും ചപ്പും കാടുമാണ്. ഇത് കഞ്ഞിയും വെള്ളവും, അടുക്കള വേസ്റ്റുള്ള വെള്ളവും കഞ്ഞിയും വെള്ളവും അടുക്കളയിലെ വേസ്റ്റും കളിയും വെള്ളമാണ്. ഇത് ചാണകം കലക്കിയതാണ് കേട്ടോ. ഇതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ വാരിയിടുന്നതെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇതാണിപ്പം വാരിയിടുന്നത്. ഈ വാഴത്തടിയും ഇതെല്ലാം കൂടിയുള്ള വാഴത്തടിയും പിന്നെ മറ്റേ ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് വല്ലതും ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഞാനത് ഇതിനകത്ത് ഇടട്ടെ. ഇതെല്ലാം കൂടി അടിയിലിട്ട് കൊടുക്കട്ടെ. ഇതിലിപ്പോൾ എങ്ങനെയും വാരിയിടാലോ, എന്ത് വേണമെച്ചാലും വാരിയിടാൻ പറ്റും. ഇത് കണ്ട വാഴത്തട കണ്ട, ഇതേപോലെ വാഴത്തടിയും വാരിയിട്ടു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വാരിയിട്ട് കൊടുത്തു. അതങ്ങായല്ലോ. ഇനിയിപ്പോൾ ഇതും കൂടി ഇടട്ടെ. ഇത് വാഴത്തടിയും എല്ലാം തന്നെയാണ് കേട്ടോ. അത് രണ്ടും കൂടി കൊണ്ടുവന്ന വാഴത്തടിയാണ്. ഇത് നമുക്ക് എല്ലാം കൂടി ഇത് നല്ലൊരു കമ്പോസ്റ്റ് ആക്കാൻ പറ്റും. അതിനുള്ള എല്ലാ വളങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇനിയിപ്പം നമ്മൾ വേഗമൊന്നും ആവില്ല, ഇതിപ്പോൾ കുറേ നാൾ കഴിയണം. നമുക്ക് പച്ചക്കറി നടാൻ നമ്മൾക്ക് വളം വേണ്ടേ. വളം എല്ലാം നമുക്ക് വാങ്ങിയിട്ട് നിർത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇപ്പോഴേ തുടങ്ങുന്നത്. മറ്റേൻ്റെ അകത്തേത് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കാടും പുല്ലും ബാക്കി കൊണ്ടുവന്ന എല്ലാ കച്ചറിയും ഉണ്ട്. എല്ലാം മൊത്തങ്ങ വെച്ചാൽ നല്ല വളം. ഇതല്ലേ വേണ്ട, ഞാൻ തേച്ചു ഇന്ന് ബാക്കി എടുത്ത് കുറേ ബാക്കി കൊണ്ടുവന്നെയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഇട്ട് കൊടുക്കാമല്ലോ. ഇനിയിപ്പം നമ്മൾ നിറച്ച് കൊടുത്താലും ഇവിടുന്ന് നേരെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ കഞ്ഞിവെള്ളവും ചോറ് ബാക്കിയുള്ളതോ എന്തെന്നായാലും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിയിലെ കൂടി വെള്ളം അങ്ങ് ഒഴുകി പോയിക്കോളും. അപ്പോൾ ആ ഒഴുകുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കും. അത് നമുക്ക് പച്ചക്കറിക്ക് ഒഴിക്കാൻ പറ്റും. അതിന് ഇതിൻ്റെ അടിയിലെന്നാ വേണ്ടത് വെച്ചാൽ, അടിയിലൊരു പാത്രം വെക്കണം. 2 ദ്വാരമുണ്ട്. ആ 2 ദ്വാരത്തിന് കണക്കായിട്ട് 2 പാത്രം വെച്ചാൽ നമുക്കിഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് സ്ലറിയായിട്ട് ഒഴിച്ച് കൊടുക്കാൻ കിട്ടും. നല്ല ഇതിൻ്റെതായ എല്ലാ സ്ലറികളും ഒഴിച്ച് കൊടുക്കാൻ കിട്ടും. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ നിറക്കുകയും ഇത് കണ്ട ഇതുപോലെ ഞാനോ നിങ്ങൾ നിറക്കലെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് നിറക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഇപ്പം കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് ചാണകം. ഇത് കണ്ടില്ലേ, ഇത് ചാണകം കലക്കി കൊണ്ടുവച്ചാൽ. ഈ ചാണകം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചാരവും കൂടി ചാരം ഞാനിപ്പം ചാരം കൊടുക്കില്ല, ഇനിത്തേന് കൊടുക്കുക ചാരം. ഇതിപ്പോൾ ഒരുപോലെ ചാണം കുറേശ്ശെ ഇതിൻ്റെ അടിയിലേക്ക് കൂടി ഇങ്ങനെ നിരത്തി ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. അതിനാണ് കണ്ടില്ലേ, ഇത് നല്ലപോലെ ഒഴിച്ചു. ഇത് വളാവാൻ വേണ്ടിയിട്ടാണ് ഈ ചാണകം ഇടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അത് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഇത് വാരിയിട്ടെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇത് നമ്മൾ ഇങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അമ്മിയിട്ട് നമുക്ക് വളമായി കിട്ടും. എങ്ങനെയായാലും 2-3 മാസം ഇല്ലാണ്ടൊന്നും വളം ആവില്ല. ഇതിപ്പോൾ അടുക്കള വേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, അടുക്കളയിൽ ഈലില്ലാത്തതൊന്നും ഇല്ലാതാ കേട്ടാ, അടുക്കളയിലെ വേസ്റ്റാണ് അത്. ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്നാ വേണ്ട വെച്ചാൽ ഇതിൻ്റെ വെള്ളം പോകുന്നതിന് നമ്മൾ ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കും. കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കും, ആ ദ്വാരത്തിന് കണക്കായിട്ട്. എന്നാലും എന്നാന്ന് വെച്ചാൽ പിന്നെ ആ വെള്ളം അതിൻ്റെ അകത്ത് അടിയിൽ വരില്ല. അപ്പം ആ വെള്ളം നമുക്ക് എടുത്തെടുത്ത് കൊടുത്താൽ ഇഷ്ടംപോലെ പിന്നെ പറ്റും. നമുക്ക് ഈ പച്ചക്കറിക്ക് എടുക്കാനുണ്ടാവും. അത് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല പച്ചക്കറി ആയിരിക്കും. വെച്ചാൽ അതിലെല്ലാ സാധനവും അടങ്ങിയിട്ടുണ്ടല്ലോ.
അത് നമ്മൾ വേസ്റ്റുമ്പോൾ ആക്കി കഞ്ഞിൻ്റെ വെള്ളവും എല്ലാം ആക്കി വെച്ച് ഇതിൻ്റെ ചാണകത്തിൻ്റെ പറ്റും എല്ലാം കൂടി വരും. ഈ ചപ്പ അമിഞ്ഞേൻ്റെ ഇതിൻ്റെ മേലെയുള്ള വെള്ളമടക്കം വരുമല്ലോ, അതിനാണ് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നിറച്ചിട്ട് ഞാൻ ഒരുപാട് ബൈക്കിൽ കൊണ്ട് നിന്ന് വെച്ചാൽ എന്നാലേ വേഗം നിറഞ്ഞു കിട്ടൂ. വേഗം നിറഞ്ഞു കിട്ടിയാലേ വളം വേഗം ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ചാണകവും കൂടി അങ്ങ് ഇട്ട് കൊടുത്താലേ നമുക്ക് നല്ല അടിപൊളി വളമാക്കി എടുക്കാൻ കഴിയും. ഇതുപോലെ ഞാനോ നിങ്ങൾ നിറക്കുന്നു. ഇത് ഒരിക്കൽ നിറച്ചാലൊന്നും മതിയാവില്ല, ഇന്നും കുറേ നിറക്കണം. ഞാൻ ഇന്നിപ്പോൾ കുറേ കിട്ടിയതെല്ലാം കൊണ്ടിട്ടു. ഇനിയും നമുക്ക് ആവുന്നേരം കൊണ്ടിടാം. കണ്ടില്ലേ, ഇപ്പം ഞാനിതിൽ ഒരുവിധം ഫുള്ളായിട്ട് തന്നെ നിറച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മറ്റേത് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മളെ അടുക്കളയിലെ വേസ്റ്റും എല്ലാം പുറത്തില്ലാണ്ടായില്ലേ, എല്ലാം ചപ്പും ചവി എല്ലാം പോയല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് അടിച്ച് വാരി വൃത്തിയാക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇനിയിപ്പോൾ ഉണങ്ങിയ ചപ്പോ എന്താ കിട്ടുന്ന വെച്ചാൽ നമുക്ക് വാരി വലിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നടുക്ക് വേസ്റ്റും വെള്ളം ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് വരും. ഞാനിപ്പോൾ വേസ്റ്റും വെള്ളമായത് കണ്ടാ, ഈ ബക്കറ്റ് ഉണ്ട് കണ്ട. ഞാനിത് എൻ്റെ വീട്ടിലെ കഞ്ഞിയും ചോറും വെള്ളവും പിന്നെ കഷ്ണം പച്ചക്കറി മുറിച്ചിട്ടതും എല്ലാം കൂടിയാണിത് കണ്ടാ. ഇതിങ്ങനെ ഇത് ചാണകത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഒഴിക്കണി. ചാണകത്തിൻ്റെ പറ്റിയിലിടാൻ വേണ്ടിയിട്ട് കണ്ടാ. ഉണ്ടല്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആയാലും ഇനിയിപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കുറേ അങ്ങ് താണിട്ട് അങ്ങ് എത്തും. ഇതിൻ്റെ മേലെ ബാക്കിയെല്ലാം മുഴുവനും ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഇതാ ഉണ്ടല്ലോ. ഉണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അടിയിലേക്കൂടെ അങ്ങ് പോകുന്നത് കൊണ്ടുണ്ടല്ലോ, കഞ്ഞിയും വെള്ളം എല്ലാം ഒഴിച്ചാൽ അതിൻ്റെ അടിയിൽ മറ്റേ വേസ്റ്റിന് പാത്രം അവിടെ എടുത്ത് വെച്ചാൽ മതി. ഇത് മൂടിയുണ്ട് അവിടെ, ആ മൂടി ഇങ്ങ് എടുക്കണം. മൂടി ആടെയുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളും വേസ്റ്റ് വളം ആക്കുക, എടുക്കുക, എന്നിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തേക്കും കൂടി ഒരു പാത്രം കൂടി വെക്കണം. 2 എണ്ണം ഉണ്ട്, 2 ദ്വാരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം, നമുക്ക് 2 പാത്രം വെക്കണം. ആ വളം കുറച്ച് കഴിഞ്ഞ് ഉറ്റി ആകുമ്പോഴേക്ക് നല്ല വളമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ഇട്ട് വെക്കുക. ആ ദ്വാരത്തിന് കണക്കായിട്ട് അവിടെ വെച്ചാൽ വെള്ളം വീണോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ മൂടി എടുത്തിട്ട് നമ്മൾ അടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് എല്ലാവരും